രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി എങ്ങനെയെങ്കിലും ശ്രുതിയോട് എനിക്ക് സത്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരീനെ വിടുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരീനെ അവിടെ ചെന്നപ്പോഴത്തേക്കും ചന്ദ്രമതി ഓടിച്ചു വിടുവാണ്. അത് ഇനിയിപ്പോൾ പിന്നെ സംസാരിക്കുക, അവർക്ക് പറയാനുള്ളതൊക്കെ സംസാരിക്കാമെന്ന് പറയുകയാണ്. അതിന് ശ്രുതിയുടെ കൂട്ടുകാരി പോയതിന് ശേഷം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ശ്രുതിയോട്, എന്താടാ ഇത്, വേറൊരു പെൺകുട്ടീനെ നിന്നെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ തെറ്റിദ്ധരിക്കില്ല, അല്ല അമ്മ ശ്രുതിക്ക് എന്തോ എന്നോട് പറയണം, അതൊക്കെ ഇനി പിന്നെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങ് പോകുകയാണ്. ചന്ദ്രമതി അവിടെ ചെന്ന് ചോദിക്കുന്നുണ്ട്, എല്ലാം ആയോ, പിന്നെ ക്ഷേത്രത്തിൽ ഈ കല്യാണ മണ്ഡപത്തിൽ അവൾ വിളക്ക് വയ്ക്കാൻ തുടങ്ങുവാണ് രേവതി. അപ്പോഴത്തേക്കും വന്ന് ചോദിക്കും, നീയാണോ ഇവിടെ വിളക്ക് വയ്ക്കുന്നത്, നീയും കൊണ്ട് ഇനി ഇവിടെ വിളക്ക് വയ്ക്കരുത്, വീട്ടിലോ വിളക്ക് വെച്ച് പത്രത്തിൽ ന്യൂസ് വരുന്ന പോലെയാണ് വീട്ടിൽ ഓരോ കഷ്ടം വരുന്നത്, അതുകൊണ്ട് നീ ഇനി ഇവിടെ വിളക്കൊന്നും വെക്കണ്ട, ഇനി ഇവിടെ കൂടെ എൻ്റെ മോൻ്റെ ജീവിതം കൂടി ഇല്ലാതാക്കാൻ വേണ്ടി വന്നേക്കുന്നു അവളെന്നും പറഞ്ഞിട്ട് എന്നിട്ട് അവളെ ഇങ്ങനെ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ. എന്നിട്ട് രേവതിനെ അവിടുന്ന് വേഗം ഒന്ന് പറഞ്ഞു വിടും, നീ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ രേവതിയുടെ കരച്ചിൽ കണ്ടിട്ട് അവിടുത്തെ ശാന്തി എന്ന് ചോദിക്കും, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയും, ഒന്നുമില്ല, അവൾക്ക് വേറെ പണിയുണ്ട്, അവളോട് ഞാൻ അത് ചെയ്യാൻ പറഞ്ഞു വിട്ടാന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞ് ഇവിടുത്തെ വിളക്ക് വയ്ക്കുന്ന കാര്യം അത് ഞാൻ വെച്ചോളാം എന്ന് പറയും കേട്ടോ. എന്നിട്ട് ചന്ദ്രമതി അവിടെ വിളക്ക് വയ്ക്കാൻ നോക്കുക, എന്ത് ചെയ്താൽ വിളക്ക് വെച്ചിട്ട് കത്തണില്ല, തിരി ഒന്നും കത്തണില്ല. അപ്പോഴത്തേക്കും ഒരു ചന്ദ്രമതിയുടെ കൈയൊക്കെ പൊള്ളു കേട്ടോ. എന്നിട്ട് ഇത് എന്നതാണോ, അത് ദേഷ്യമൊക്കെ വരുന്നുണ്ട് ചന്ദ്രമതിക്ക്, ഇത് എന്നതാണെന്നും പറഞ്ഞ് അന്നേരപ്പോഴത്തേക്കും മേൽശാന്തി പറയുന്നുണ്ട്, അത് അവൾ ചെയ്തുകൊള്ളൂല്ലായിരുന്നോ, രേവതി കൊണ്ട് അവൾക്ക് നല്ല കൃത്യമായിട്ട് ഇതൊക്കെ ചെയ്യാനറിയായിരുന്നു, ഇവിടുത്തെ കല്യാണങ്ങൾക്കൊക്കെ ഒരുക്കുന്നത് അവളാണ്, അവൾ വേണ്ടത് ഞാൻ ചെയ്തോളാം, ശാന്തിയുടെ പണി എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി, ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പിന്നെ വിളക്കൊക്കെ കത്തിക്കാൻ നോക്കും. എന്ത് ചെയ്താൽ നടക്കുന്നൊന്നുമില്ല. അതേസമയം ശ്രുതി എങ്ങനെയെങ്കിലും ശ്രുതിയോട് സത്യം പറയണമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോൺ വിളിക്കും കേട്ടോ ശ്രുതിനെ. അന്നേരപ്പോഴത്തേക്ക് ശ്രുതി ഫോൺ എടുക്കുമ്പോൾ, ഞാൻ നിന്നെ ഓർത്തിരിക്കുമായിരുന്നു, ഇപ്പോൾ നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഭയങ്കര റൊമാൻറ്റിക്കിലേക്ക് പറയുവാണ്. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, അല്ല ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നു, നമുക്ക് എല്ലാം സംസാരിക്കാൻ സമയമുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് എന്താണെന്ന് നീ കേൾക്ക്, എന്നിട്ട് വേണം നീ ഈ കല്യാണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി പറയാണ്. 17 വയസ്സിന് മുന്നേ ഒക്കെ ആയപ്പോഴത്തേക്കും എന്നെ ചെറുതിലെ കല്യാണം കഴിപ്പിച്ചു വിട്ടു, അതിലെനിക്കൊരു മോനുണ്ട്, അതാണ് ആദ്യ മോൻ. കല്യാണം കഴിച്ചാൽ നല്ല പ്രായം ഉണ്ടായിരുന്നു, ആൾ മരിച്ചു, പിന്നെ എൻ്റെ അച്ഛൻ മലേഷ്യയിലാണെന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്, ഞാൻ ഒത്തിരി കാശുള്ള ആളൊന്നും അല്ല, എൻ്റെ വീട്ടിൽ വലിയ പൈസയൊന്നും ഉള്ള ആളല്ല, എനിക്കൊരമ്മ മാത്രമേ ഉള്ളൂ, ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം ശ്രുതി നീ എന്നെ സ്വീകരിക്കാൻ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അപ്പോൾ ശ്രുതി ഹലോ എന്ന് വെക്കുക കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഫോൺ വെച്ചു, ഇങ്ങനെ കേട്ടിട്ടെല്ലാം ശ്രുതി ഫോൺ വെച്ചു എന്നാണ് ശ്രുതിയുടെ വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് ശ്രുതി ഹലോ എന്ന് വെക്കുക. എന്നിട്ട് ഫോൺ വേഗം ഇങ്ങനെ കട്ടാക്കി. അപ്പോഴത്തേക്ക് ശ്രുതി കൂട്ടുകാരോട് പറയുകയാണ്, അപ്പോൾ ഫോൺ വെച്ചിട്ട് പോയി, അപ്പോൾ ഈ കല്യാണം നടക്കത്തില്ല എന്ന് തോന്നണമെന്ന് പറയും. അപ്പോഴത്തേക്ക് റൂമിൻ്റെ പുറകിൽ വന്ന് ആരോ മുട്ടുക ഡോറിൽ. അപ്പോഴത്തേക്ക് ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ രേവതിയാന്ന് പറയും. നിങ്ങൾ റെഡിയായില്ലേ, വേഗം റെഡിയായിട്ട് വാ എന്ന് പറയും. അപ്പോൾ നിങ്ങളവിടെ അന്വേഷിക്കണു. അപ്പം പറഞ്ഞു ഇപ്പം തന്നെ വരാട്ടോ, ഞാൻ വേഗം വരണേ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോകുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ശ്രുതി റെഡിയായില്ലേ, ശ്രുതി റെഡിയാകുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ വിഷമിച്ചിരിക്കും, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ശ്രുതി വേണ്ടാന്ന് വെച്ചോ എന്നൊക്കെ ഓർക്കുവാണ്. നവീനാണെങ്കിൽ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇവിടെ എത്താൻ വേണ്ടി ഒരു കാറിൽ കൈ കാണിച്ച് കയറുവാണ്. ആ കാർ കയറിയിട്ട് പറയുന്നുണ്ട്, അവളെ ഞാൻ ആർക്കും കൊടുക്കില്ല, അവളെ ഞാൻ എങ്ങനെയും എൻ്റെ വശത്താക്കും, ഞാൻ എനിക്ക് വേണ്ടി നേടിയതാണ്, ഇന്ന് എങ്ങനെയാലും ഞാൻ അവളുടെ കല്യാണം ഞാൻ മുടക്കും, അതാണ് ഇങ്ങനെയൊക്കെ പറയുക കേട്ടോ. അതിലിങ്ങനെ ഭയങ്കരമായിട്ട് അവളിങ്ങനെ മോശമായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുവാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഈ ഡ്രൈവറായിട്ട് അത് ആരുടെ വണ്ടിയിലെ കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കൈ കാണിച്ച് കയറിയത് സച്ചിയുടെ കാറിലായിരുന്നു. അപ്പോൾ സച്ചിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പം. എന്നിട്ട് പറയും, അവളെ എന്താണേലും ഞാൻ വിടത്തില്ല, അവളെ ഞാൻ പിന്തുടരും, അവളുടെ ജീവിതം ഞാൻ ഇന്നത്തോടു കൂടി ഇല്ലാതാക്കും എന്നൊക്കെ പറയുക കേട്ടോ. പിന്നെ ആരും ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അവളെ എനിക്ക് വേണം, അവളെ ഞാൻ നേടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുവാണ്. ഇതൊക്കെ കേട്ട് സച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരിക്കും കേട്ടോ. സച്ചിക്ക് പക്ഷേ ഇങ്ങനെ ഈ ശ്രുതിനെക്കുറിച്ചാണ് പറയുന്നതെന്നൊന്നും ഈ സച്ചിക്ക് മനസ്സിലാവുന്നില്ല. ഏതോ ഒരു പെൺകുട്ടീനെക്കുറിച്ച് പറയുന്നു, പക്ഷേ അതത്ര മോശമായിട്ട് അവൻ പറയുന്നതെന്നുള്ള കാര്യമൊക്കെ നോക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ സച്ചി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ശ്രീകാന്തും ദേവുമൊക്കെ കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു. അങ്ങ് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അന്നേരപ്പോഴത്തേക്ക് ഇത്രയും നേരമായിട്ട് മാല കെട്ടിയില്ലേ, അത് മാല കൊണ്ടുവരുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ശ്രീകാന്തും ദൈവവും കൂടെ മാലയൊക്കെ കഴുത്തിലിട്ടുകൊണ്ടിരിക്കും. കാണുമ്പോഴത്തേക്കും ചന്ദ്രമതി, അയ്യോ എൻ്റെ ദൈവമേ,
എൻ്റെ മോൻ്റെ ജീവിതം തകർത്തോ ഇവള്, അയ്യോ ഒരു പൂക്കാരീനെയും കൊണ്ട് മടുത്തതേ ഉള്ളൂ, എൻ്റെ ദൈവമേ ഏതെങ്കിലും ഒരു കാശുകാരിനെ കണ്ടുപിടിച്ച് എത്രയും വേഗം അവൻ്റെ കല്യാണം ഇനി ഒന്ന് നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുക കേട്ടോ. പെൺമക്കളുള്ള അച്ഛനും അമ്മയ്ക്കും അല്ല ടെൻഷൻ, ഇപ്പോൾ ആൺമക്കളുള്ളവർക്കാണ് ടെൻഷൻ. മക്കളെ ആരാ കൊണ്ടുപോകുന്ന, ആര് കൊത്തിക്കൊണ്ട് പോകുന്നൊക്കെ വിചാരിച്ചാൽ ഞാനിരിക്കുന്നത്. എങ്ങനെയായാലും എവിടുന്നൊരു പണക്കാരിനെ കണ്ടുപിടിച്ച് ഉടനെ തന്നെ അവൻ്റെ കല്യാണമൊക്കെ നടത്തണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചന്ദ്രമതി അയ്യോ ഞാൻ എന്താ ഈ കാണണേന്നൊക്കെ പറയട്ടോ. അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിക്കും എന്താന്ന് ചോദിക്കും. രവീന്ദ്രനും അച്ഛമ്മയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇവരുടെ കയ്യിലാട്ടോ മാല. ചന്ദ്രമതിക്ക് തോന്നിയതാ ഇവർ കഴുത്തിൽ ആ മാല ഇട്ടുകൊണ്ട് വരുന്നതെന്നൊക്കെ. അപ്പോൾ ചോദിക്കും നിനക്ക് തന്നെ ഈ മാല എടുത്തുകൊണ്ട് വന്നേ, ഇതിന് ഭയങ്കര വെയിറ്റാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിൻ്റെ നമ്പറൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇങ്ങ് തന്നെ ആ മാല ഇങ്ങ് തന്നേന്ന് പറയുകയാണ്. എന്നിട്ട് മാല മേടിച്ച് അവിടെ വയ്ക്കുക. എന്നിട്ട് പറയും പെണ്ണിനെ വിളിക്കാൻ പറയും. അപ്പോഴത്തേക്കും വേഗം പോയി പെണ്ണിനെ വിളിക്കാൻ ചന്ദ്രമതി ശ്രുതിനെ വിളിക്കാൻ പോകാൻ തുടങ്ങുവാണ്. അപ്പോൾ ചോദിക്കും ശ്രീകാന്തിനോട് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, നീ പോയി നിൻ്റെ ഏട്ടനെ വേഗം വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ ഓടിച്ചു വിടുവാണ്. എന്നിട്ട് രേവതിയുടെ അനിയത്തോട് ചോദിക്കും നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, നീ വേഗം പൊക്കെ, നീ നിൻ്റെ കാര്യം നോക്കി പോയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് ഓടിച്ചൊക്കെ വിടുവാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.